നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റഫീഖ് ചന്ദ്രാപ്പിനിയാണ്. ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം, അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും സഹായിക്കണേ പ്രിയപ്പെട്ട. എനിക്ക് എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛൻ അപൂർവ അസുഖം വന്നപ്പോ അമ്മ കളഞ്ഞു പോയി. എല്ലാരും സഹായിക്കണം. എന്റെ മോനെ അസുഖം വന്നപ്പോ അവളെ ഇട്ടേച്ച് പോയി വേണ്ടെന്നും പറഞ്ഞ് അവ ഈ രോഗി എനിക്ക് ഇനി എന്തിന് വേണ്ട, എനിക്ക് ആ 2 പൊന്നു മക്കളെ കളഞ്ഞിട്ട് പോയി. എനിക്കൊണ്ട് പറ്റൂല. ഞാനും ഒരു ആക്സിഡന്റ് പറ്റി. എന്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ലാത്ത ആളാണ്. എന്റെ ഭർത്താവാണ് ഇപ്പം എന്റെ ജോലിക്ക് പോണം. അത് വീട്ടു വാടക കൊടുക്കാനും ഒന്നിനും തികയൂല. കൊച്ചു മക്കളെ നോക്കണം, അവർക്ക് വിദ്യാഭ്യാസം. എന്റെ മോനെ രക്ഷിച്ച് കിട്ടിയാലേ അവൻ അവനെ കൊണ്ടേ പറ്റൂ. ഇനി നോക്കാം ഞങ്ങൾ ഇനി എത്ര കാലം. എന്റെ മോനെ രക്ഷിച്ച് തരണേ കാണണം. അവനെ കൈവിടരുത്. അവനെ കൈവിടരുത്. ദയവ് ചെയ്ത് അവനെ രക്ഷപ്പെടുത്തി തരണം. അവന് ഒരുപാട് ലക്ഷങ്ങൾ വേണം. അവനെ ഓപ്പറേഷൻ അപൂർവങ്ങളിൽ പറഞ്ഞ അസുഖമാണ് അവന്. ദയവ് ചെയ്ത് എന്റെ മോനെ കൈവിടല്. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ജബ്ബാർ വരൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മരുതൻകുഴിയിൽ താമസിക്കുന്ന അഭിജിത്ത് എന്ന സഹോദരന്റെ അടുത്താണ്. അപൂർവങ്ങളിൽ അപൂർവമായ രോഗം ബാധിച്ച് എത്രയും പെട്ടെന്ന് സർജറി നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 25 ലക്ഷം രൂപയോളം വേണം. ഈ സഹോദരന് അസുഖം എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഇട്ടേച്ചു പോയതാണ് ഈ മക്കളെ തനിച്ചാക്കിയിട്ട്. ഇപ്പോ അദ്ദേഹത്തിന്റെ അമ്മ പണിക്ക് പോയിട്ടാണ്, ജോലിക്ക് പോയിട്ടാണ് ഈ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അമ്മക്ക് ഒരു ആക്സിഡന്റ് പറ്റി അമ്മ ഇരിക്കുകയാണ്. അമ്മക്കും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഒരു നിവൃത്തിയില്ലാത്ത കുടുംബമാണ് സഹോദരങ്ങളെ. വാടകയ്ക്കാണ് താമസം. പട്ടിണിയിലാണ് ഈ കുടുംബം. 100% അർഹതപ്പെട്ട കുടുംബമാണ്. ഈ സഹോദരന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ 25 ലക്ഷം രൂപ എന്ന ഭീമമായ തുക ആവശ്യമാണ്. ഒരു നിവൃത്തിയില്ലാത്ത കുടുംബമാണ്. 1 രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്നത് 10 രൂപ കൊണ്ടാണെങ്കിൽ അങ്ങനെ, ഒന്ന് ഷെയർ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ സഹായിച്ച് ഈ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ, ഈ പൊടിമക്കളുടെ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഏറ്റെടുക്കണേ, ഷെയർ ചെയ്യണേ. എന്റെ സുഹൃത്താണ്. ഒരു അപൂർവ രോഗം ബാധിച്ച് അവശനിലയിലാണ്. എല്ലാവരും സഹായിക്കും.